ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു മാസത്തെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഇന്ന് 2025 ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഒരു മാസം ആരംഭിക്കുന്നു. എന്തൊക്കെയാണ് ഈ മാസത്തെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് നോക്കാം. ഇന്ന് പ്രത്യേകിച്ച് ന്യൂസൊന്നും ഞാൻ ഒത്തിരി കളക്ട് ചെയ്തിട്ടില്ല. കാരണം എല്ലാം ജനറൽ ന്യൂസ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ അധികം കണ്ടെത്താൻ സാധിച്ചില്ല. എല്ലാം തന്നെ ജനറൽ ന്യൂസാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1.5 മണിക്കൂർ സെർച്ച് ചെയ്തതിന് ശേഷം പിന്നെ ആ പരിപാടി ഉപേക്ഷിച്ച് റെക്കോർഡിങ്ങിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് ഒരു ക്ലിക്കായിട്ട് തോന്നിയൊരു ന്യൂസാണ്. 2 ലക്ഷത്തോളം ബംഗാളികളെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിലേക്ക് എന്നുള്ളത്. അത്രയധികം ആൾക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു ഈ നാട്ടിലേക്ക്. കാരണം കൽക്കട്ടയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകാൻ ബോർഡറിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പാസ് ചെയ്ത് പോകും എന്നൊക്കെ ഈ ബംഗാളികൾ പറയുന്നത്. 100 രൂപയോ 200 രൂപയോ ബോർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പാസ് ചെയ്ത് പോകാമെന്നൊക്കെ ഇതേ ബംഗാളികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും. കാരണം അത്യാവശ്യം നല്ല ശമ്പളവും നല്ല ജോലിയും, കൂടാതെ നമ്മളെ കേരളത്തിലായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൈ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയ ഇതാണ്. അപ്പോൾ അവരുടെ ബോർഡറിൽ നിന്ന് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ അവർക്ക് സേഫായിട്ട് ഇവിടെ നിന്ന് പോകാനും പറ്റും. നമുക്കറിയാൻ പറ്റില്ലല്ലോ ഏതൊക്കെയാണ് ഇത് ഇന്ത്യക്കാരനാണോ അല്ല ബംഗാളിയാണോ എന്നുള്ളത്. കാരണം വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾക്കാരും ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുക, ഒരേ ഷേപ്പും ആയിരിക്കും. അപ്പോൾ തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. സോ എന്തായാലും ഗവൺമെൻറ് നല്ലൊരു തീരുമാനമാണ് ഈ എടുത്തിരിക്കുന്നത്. കൂടാതെ രണ്ടാമത് കണ്ടത് COVID-19 കേസസ് നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേര് ഇതുവരെയായിട്ട് മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാക്സിൻ എടുത്തവർക്കും ഇത് വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അലേർട്ടായിട്ടിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, ട്രേഡേഴ്സ് അരീനയുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തുക. ഓൾറൈറ്റ്, ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. US മാർക്കറ്റ് ആണെങ്കിൽ ക്ലിയർലി റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഏഷ്യ മാർക്കറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 24,908 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 935. ഏകദേശം 26 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്. പക്ഷേ അവിടുന്ന് മാർക്കറ്റ് നേരെ താഴോട്ടാണ് പോയിട്ടുള്ളത്. 24,880 വരെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു പീക്കിൽ ഓപ്പൺ ആയിട്ട് നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തരുന്നതെന്ന് തോന്നുന്നു. കമ്മോഡിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിക്കുകയാണ്. ഇതിൽ $62.23 ട്രേഡിംഗ് നടക്കുന്നു. ഗോൾഡിൻ്റെ റേറ്റ് വർദ്ധിച്ചിട്ട് $3,335 ട്രേഡിംഗ് നടക്കുന്നു. ബിറ്റ്കോയിൻ ഇന്നലെ കഴിഞ്ഞ ദിവസം 1,04,000 ഉണ്ടായിരുന്നത്. അത് വർദ്ധിച്ചിട്ട് 1,05,651 എത്തിയിട്ടുണ്ട്. USD INR റേറ്റ് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ടുണ്ട്. 85.51 ഉണ്ടായിരുന്നത് 85.59 85 രൂപ 59 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഗ്ലോബൽ ഡാറ്റ ഇന്ന് റിലീസാകാനുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI ഉണ്ട്. യുഎസിൻ്റെ ഒത്തിരി ഡാറ്റയുണ്ട്. US S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI, കൺസ്ട്രക്ഷൻ സ്പെൻഡിങ് മന്ത് ഓൺ മന്ത്, ISM മാനുഫാക്ചറിങ് എംപ്ലോയ്മെൻറ്റ്, ISM മാനുഫാക്ചറിങ് ന്യൂ ഓർഡേഴ്സ്, ISM മാനുഫാക്ചറിങ് PMI, ISM മാനുഫാക്ചറിങ് പ്രൈസസ്, അറ്റ്ലാന്റ ഫെഡ് GDP നൗ. അത് കഴിഞ്ഞ് പിന്നെ UK എന്നുള്ളത് നാഷണൽ വൈഡ് HPI ഇയർ ഓൺ ഇയർ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൺസ്യൂമർ ക്രെഡിറ്റ്, M3 മണി സപ്ലൈ, M4 മണി സപ്ലൈ, S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI. ഇത്രയും ഇവൻറ്റുകൾ UK നിന്നും വരാനുള്ളതാണ്. ഡാറ്റ റിലീസ് ആവാനുള്ളതാണ് ഇന്നേ ദിവസം. ദെൻ നമുക്ക് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഇല്ല. ഒരു കമ്പനി ഉണ്ടായിരുന്നത്, അതൊരു പെന്നി സ്റ്റോക്കാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. F&O ബാനിൽ മണപ്പുറം ഫിനാൻസ് ആണ് വന്നിരിക്കുന്ന ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,449 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,095 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2,646 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ, അതേപോലെ FMCG, IT, മെറ്റൽ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി, ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക്, ഫിൻ സർവീസസ്, മീഡിയ, PSU ബാങ്ക് ഒക്കെ കഴിഞ്ഞ ദിവസം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. IT സെക്ടറാണ് കഴിഞ്ഞ ദിവസം IT സെക്ടറല്ല, മെറ്റൽ സെക്ടറാണ് ഏറ്റവും വലിയ ലോസ് ഉണ്ടാക്കി. 1.69% ലോസാണ് ഉണ്ടാക്കിയത്. അതേസമയത്ത് PSU ബാങ്ക് ആണെങ്കിൽ 2.88% ഗ്രോത്തും ഉണ്ടാക്കിയിട്ടുണ്ട്.
ETF പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ്, IT ബീസ് ഇത് 4 നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് ബീസും ഗോൾഡ് ബീസും കഴിഞ്ഞ ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ RR കാബേൽ, ലോഡ്സ് ക്ലോറോ, ലിപ്സ ജെംസ്, CCL പ്രൊഡക്ട്സ്, മനുഗ്രാഫ് ഇൻഡസ്ട്രീസ്, റിലയൻസ് പവർ, സ്റ്റൈറനിക്സ്, ഡോലാറ്റ് അൽഗോടെക്, സോഡിയാക് എനർജി, യൂറോടെക്സ് ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രമായിട്ടുള്ള അപ്പർ സർക്യൂട്ടിൽ പോയിക്കൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വിഷ്ണുപ്രകാശ്, ഇൻഡോ കൗണ്ട്, വെൽസ്പൺ ലിവിംഗ്, ലാങ്കർ ഹോൾഡിംഗ്സ്, കിരി ഇൻഡസ്ട്രീസ്, മസ്ദ, SKM എഗ് പ്രൊഡക്റ്റ്, ഐലാൻഡ് FS, സുഖ്ജിത്ത് സ്റ്റാച്ച്, CP ക്യാപിറ്റൽ ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഈ പറയുന്ന ഡാറ്റ വളരെ ട്രിക്കി ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് അറിയാത്തവർ ആ ഇൻഫർമേഷൻ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. ഒത്തിരി പേരത് ഉപയോഗിക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ മാസം നിഫ്റ്റി ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ നോക്കുകയാണെങ്കിൽ 61 പോയിന്റ് നഷ്ടത്തിൽ 24,750 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡാറ്റയൊക്കെ ഈ മാസം അപ്ഡേറ്റ് ആവേണ്ടതാണ്. മറ്റ് ഇൻഡെക്സുകൾ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ബാങ്ക് എക്സ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR 0.7 വന്നിരിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 26,800 അത് 1,80,000 വന്നിരിക്കുന്നത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000 76,000 വന്നിരിക്കുന്നത്. വിക്സ് 16.08 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,750 ഇനി ഇന്നത്തേക്കുള്ള CPR നോക്കുകയാണെങ്കിൽ 24,764, 777, 791 ഏകദേശം 27 പോയിന്റിന്റെ ഗ്യാപ്പിലുള്ള CPR വന്നിട്ടുള്ളത്. നോട്രേഡ് സോൺ റാസ് ലെവൽസിലെ നോട്രേഡ് സോൺ നോക്കുകയാണെങ്കിൽ 24,795, 777 22 പോയിന്റ് ഗ്യാപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് നമുക്ക് 24,795 കണക്കൂട്ടാം. അതേപോലെ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് 24,764 കണക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ 795, 731 പോയിന്റിന്റെ ഗ്യാപ്പിലുള്ള ഒരു നോട്രേഡ് സോണാണ് നമുക്ക് ഇന്ന് കിട്ടുക. 24,764 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,542 വരെയും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 220 പോയിന്റിന്റെ താഴോട്ടുള്ള മൂവ്മെന്റിന് സാധ്യതയുണ്ട്. അതല്ല 24,795 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,959 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ലൊരു 180 പോയിന്റോളം ഒരു അപ്സൈഡ് മൂവ്മെന്റ് കിട്ടാൻ സാധ്യത. രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് കിട്ടുക. രണ്ട് റേഞ്ച്, അതായത് എക്സ്പെക്റ്റഡ് ലോയോ എക്സ്പെക്ട് ഹൈയോ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ടച്ച് ചെയ്യുക. രണ്ടും ടച്ച് ചെയ്യില്ലായിരിക്കും. വളരെ അപൂർവം മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. മാർക്കറ്റിൽ എന്തെങ്കിലും ക്രാഷൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും. മാർക്കറ്റ് ഈ ബ്രേക്ക് ഔട്ട് ലെവൽ 764 കട്ട് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ 542 വരെ വന്നേക്കാം. അല്ല 795 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 959 വരെയും പോയേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. മാസത്തെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലോസും പ്രോഫിറ്റും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോസ് ലിമിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഡേ ഇന്നലെ എല്ലാവരും നിങ്ങളുടെ കണക്ക് എല്ലാവരും ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ട്രേഡ് എടുക്കുന്നു, എന്തുകൊണ്ട് എടുക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് അതിനകത്ത് എഴുതി വെക്കണം. എന്നിട്ട് ഇപ്പോൾ 2 ദിവസം നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ട്രേഡിംഗ് ഡേ കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇരുന്നിട്ട് കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്യണം. എത്ര രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി, എത്ര ബ്രോക്കറേജ് കൊടുത്തു, ഓവർ ട്രേഡ് ആവുന്നുണ്ടോ, എല്ലാം തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് P&L സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ. അതെടുക്കുക, നിങ്ങളുടെ ട്രേഡിംഗ് ബുക്ക് എടുക്കുക, എന്നിട്ട് ഇരുന്നിട്ട് കംപ്ലീറ്റ് പഠിക്കുക. എന്തുകൊണ്ട് സംഭവിച്ചു, എനിക്ക് ലോസ് ആണെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, പ്രോഫിറ്റ് ആണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, എത്ര റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്, എത്ര സക്സസ്ഫുൾ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്, എല്ലാം തന്നെ നിങ്ങൾ ഇരുന്ന് വിശദമായിട്ട് പഠിക്കുക. ഓരോ ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ട്രേഡ് എടുക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ എഴുതാൻ പറയുന്നത് കൊണ്ടാണ്. ആ ട്രേഡ് എടുക്കുന്ന കാരണം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത് ഓരോ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്ത് വളരെ കറക്റ്റ് ചെയ്തിട്ട് മാത്രം പുതിയ മാസത്തിൽ ട്രേഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതുവരെ ഓഡിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് ട്രേഡിങ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഓഡിറ്റ് ചെയ്യുക. എന്തൊക്കെ വന്നു, എത്ര രൂപ കിട്ടി, എത്ര രൂപ പോയി, എത്ര ബ്രോക്കറേജ് പോയി, എത്ര പ്രോഫിറ്റ് കിട്ടി, എത്ര ലോസായി, എത്ര ട്രേഡ് വിജയിച്ചു, എത്ര പരാജയപ്പെട്ടു, ഓരോ ട്രേഡിൽ വിജയിച്ച ട്രേഡിൽ എത്ര റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ട് കംപ്ലീറ്റ്ലി റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുക. എന്നിട്ടത് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് അടുത്ത ട്രേഡിംഗ് ഇതിലേക്ക് പോവുക. ഓൾറൈറ്റ്, അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.